ഫോർ ദ പീപ്പിളിലേക്ക് സ്വാഗതം. വായ്പാ തിരിച്ചടവ് മുടങ്ങിയാൽ ഈട് നൽകുന്ന ആസ്തികൾ പിടിച്ചെടുക്കുന്നതിന് ബാങ്കുകൾക്ക് പരമാധികാരം നൽകുന്ന സർഫാസി നിയമത്തിന്റെ മറവിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ്. ഒരാൾ പ്രമുഖ പൊതുമേഖലാ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ കടമെടുക്കുന്നു. 20 ലക്ഷം രൂപ വില വരുന്ന വസ്തു ഈടു നൽകിയാണ് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വായ്പ എടുക്കുന്നത്. അപ്രതീക്ഷിത കാരണങ്ങളാൽ തുടർച്ചയായ വായ്പാ ഗഡുക്കൾ അടയ്ക്കാനാവുന്നില്ല. പെട്ടെന്നൊരു ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ച് നിങ്ങളുടെ കടം ഇനി 7 ലക്ഷം രൂപ ബാക്കിയുണ്ടെന്നും ഉടനെ തിരിച്ചടയ്ക്കണമെന്നും അറിയിക്കുന്നു. ഇല്ലെങ്കിൽ ഞങ്ങൾ ARC കമ്പനിക്ക് വായ്പ വിൽക്കുമെന്നും പിന്നത്തെ കാര്യം എന്താണെന്ന് പറയേണ്ടല്ലോ എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. അടുത്ത ദിവസം തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്ന നോട്ടീസ് ബാങ്കിൽ നിന്ന് അയാൾക്ക് ലഭിക്കുന്നു. കഴിയുന്ന വിധത്തിലെല്ലാം ശ്രമിച്ചെങ്കിലും കുടിശ്ശിക തീർക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. 1.5 മാസത്തിനു ശേഷം വേറെ ചിലർ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾ ARC കമ്പനിയുടെ ആളുകളാണെന്നും കിടപ്പാടം ഒഴിഞ്ഞു പോകണമെന്നും പറയുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ കമ്പനിയുടെ ഗുണ്ടകൾ വീട്ടിലെത്തുന്നു. പറഞ്ഞ തുക അടയ്ക്കാതെ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിലെ ഒരു വസ്തു പോലും എടുക്കാൻ അനുവദിക്കാതെ കമ്പനി ഗുണ്ടകൾ അയാളെയും കുടുംബത്തെയും പുറത്താക്കുന്നു. ഒടുവിൽ ആ കുടുംബം തെരുവിലാകുന്നു. മക്കളുടെ കല്യാണത്തോടനുബന്ധിച്ചാണ് പൈസക്ക് അത്യാവശ്യം വന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ ബാങ്കിൽ ചെന്നിട്ട് നമുക്ക് പൈസ കിട്ടിയില്ല, ഉദ്ദേശിച്ച പൈസ കിട്ടിയില്ല. അപ്പോൾ ഇവർ എങ്ങനെ അറിഞ്ഞ് നമ്മളടുത്ത് വന്ന് ബന്ധപ്പെട്ട് അവർ പൈസ തരാം, ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അന്നേരത്തെ ആ ബുദ്ധിമുട്ടിൽ ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തു. നമുക്ക് 3.5 ലക്ഷം രൂപ കിട്ടി. അവരത് ആധാരം ബാങ്കിൽ വെച്ചിട്ട് 15 ലക്ഷം രൂപയാണ് എടുത്തത്. പിന്നീടാണ് നമ്മൾ ഇതിൻ്റെ കളവാണെന്നൊക്കെ അറിയണത്. ഈ 6 ഗഡുവ് ഞാൻ അടച്ച് 6,000 രൂപ വെച്ച് അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവരെടുത്ത പൈസ ഒന്നും അടച്ചില്ല, നമുക്കറിയില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ 1.5 വർഷം കഴിഞ്ഞപ്പോൾ ജപ്തി നോട്ടീസ് കൊണ്ടു പതിക്കാൻ. പിന്നെ അന്ന് നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പാടില്ലാതുകൊണ്ട് തടുക്കാനും പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. തടുക്കാനൊന്നും നിന്നില്ല. നമ്മളെ വെളിയിൽ ഇറക്കി അവർ പൂട്ടി. ഇപ്പോൾ 5 വർഷം കൂട്ടി ഞാൻ വാടക താമസിക്കാം. ഇത് വെറും ഒരു കഥയല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ നടക്കുന്നതും നടക്കാൻ പോകുന്നതുമായ യാഥാർത്ഥ്യമാണ്. കോടതിയുടെയോ മറ്റു സംവിധാനങ്ങളുടെയോ സഹകരണം ആവശ്യമില്ലാതെ ബാങ്കുകൾക്ക് നേരിട്ട് കിടപ്പാടം ജപ്തി ചെയ്യാവുന്ന നിയമത്തിന്റെയും വ്യവസ്ഥയുടെയും കുരുക്കിലാണ് ഒരുപക്ഷെ നമ്മളെല്ലാം. ഇത്തരത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവരും ജപ്തി നടപടി നേരിടുന്നവരുമായ 100 കണക്കിനു പേരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൂട്ടം നിസ്സഹായർ 2015 ഓഗസ്റ്റ് 10 മുതൽ കാക്കനാട് കളക്ട്രേറ്റിന് മുന്നിൽ ബ്ലേഡ് ബാങ്ക് ജപ്തി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം 156 ദിവസം പിന്നിട്ടിരിക്കുന്നു. നമ്മളുടെ വിഷയം ഇവിടെ നിന്ന് കളക്ട്രേറ്റിൽ നിന്ന് നല്ലൊരു റിപ്പോർട്ട് വന്നാൽ ഉടനെ എടുക്കാമെന്ന് പറഞ്ഞാൽ കളക്ടർ കഴിഞ്ഞ 9 ദിവസം മുമ്പ് വളരെ കൃത്യമായി ജപ്തി നടപടികൾ നിർത്തിവെക്കാനും ഈ തട്ടിച്ചെടുത്ത വസ്തുവകകളുടെ പ്രമാണങ്ങൾ അസാധുവാക്കാനും കൃത്യമായി എഴുതി അദ്ദേഹം അയച്ചു കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഒരു ബഞ്ച് ഓഫ് ഫയൽസ് അയച്ചു കഴിഞ്ഞു. ഇവിടെ ജില്ലാതല ബാങ്കേഴ്സ് കമ്മിറ്റിയെ വിളിച്ച് യോഗം കൂടി. ഇതെല്ലാം അയച്ചു കൊടുത്തിട്ടും ഈ മന്ത്രിസഭ കൂടിയിട്ട് തീരുമാനിച്ചത് റബ്ബർ കർഷകരുടെ കടത്തിന് ആശ്വാസം നൽകുകയും അതിന് മൊറട്ടോറിയം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ധനികരും രാഷ്ട്രീയ ബലവും സ്വാധീനവുമുള്ള ആളുകളുടെ ഒരു ബന്ധത്തെയാണ് ഇവർ ഗൗരവമായിട്ട് കാണുന്നത്. ഈ പാവപ്പെട്ട ദളിതുകളും അതുപോലെ തന്നെ ദരിദ്രമായ ജനങ്ങളെ വായ്പ നിഷേധിക്കപ്പെട്ടതുകൊണ്ടാണ് അവർ ഈ കെണിയിൽപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത് ഇവർ കൊടുത്തിരിക്കുന്ന ലോൺ പരിശോധിച്ച് നോക്കിയാൽ ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് വായ്പകളാണ്. അപ്പോൾ അത്തരം റിയൽ എസ്റ്റേറ്റ് നയങ്ങളാണ് ഒന്നാമത്തെ കാരണം. അപ്പോൾ സർക്കാർ ഇനിയും ഇവരെ കബളിപ്പിച്ചുകൊണ്ട് പോകുന്നൊരു സമീപനമല്ല വേണ്ടത്. മാത്രമല്ല 70% ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കടക്കണിയിൽ വീണിട്ടുള്ള ജനങ്ങളാണ്. ഇവരുടെ എല്ലാ ആധാരങ്ങളും ഒന്നില്ലെങ്കിൽ ബ്ലേഡുകാരുടെ കയ്യിലായിരിക്കും, അല്ലെങ്കിൽ ബാങ്കുകാരുടെ കയ്യിലായിരിക്കും. വലിയൊരു ദുരന്തമാണ് നമ്മുടെ സമൂഹം കാണുന്നത്. ഇരകൾ നടത്തുന്ന കണ്ണുകെട്ടി സമരത്തെ കേരളം കണ്ട ഭാവം നടിച്ചിട്ടില്ല. കണ്ടില്ലെന്നു നടിക്കാം, പക്ഷേ സമരത്തെ അവഗണിക്കാനാവില്ല. കാരണം കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും വായ്പയെടുത്തവരാണ്. അടുത്തിടെ പുറത്തുവന്ന സ്ഥിതിവിവര സർവേ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും അധികം ആളോഹരി കടമുള്ളത് മലയാളിക്കാണ്. നേർപകുതി മലയാളി കുടുംബങ്ങൾ കടക്കാരാണ്. ആ അർത്ഥത്തിൽ തന്നെ ഈ സമരം വായ്പയെടുത്ത ഏതൊരാളെയും പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ വസ്തു ഈടിന്മേൽ വായ്പ സംഘടിപ്പിച്ച് നൽകുന്ന ലോൺ മാഫിയയുടെയും ഇടനിലക്കാരുടെയും വിപുല ശൃംഖല ഏറി വരികയാണ്.
ഇവർ എങ്ങനെ തട്ടിപ്പ് നടത്തുന്നു എന്നറിയാൻ കിടപ്പാടം ജപ്തിക്കെതിരെ കണ്ണുകെട്ടി സമരം ചെയ്യുന്ന പ്രധാന പോരാളികളിൽ ഒരാളായ ഈ വീട്ടമ്മയുടെ അനുഭവ കഥ കേട്ടാൽ മതിയാകും. പൈസ എത്ര വേഗം കിട്ടും, ബാബുരാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്ന് ഒരു ഒപ്പിട്ട് തന്നാൽ മതി ചേച്ചി എന്ന് പറഞ്ഞ് ഞാനൊരു ഒപ്പിട്ട് കൊടുത്തു. എന്തിന് 50,000 രൂപ അപ്പം തന്നെ ഞങ്ങൾക്ക് 1,00,000 രൂപ അനിയനും വേണമായിരുന്നു. ഓരോ ദിവസവും 100 രൂപ വെച്ച് കിട്ടിയാൽ 50,000 രൂപ കഴിയുമ്പോൾ ചേച്ചിയുടെയൊക്കെയും ആധാരം ഞങ്ങളത് തന്നിരിക്കും എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ 3 വർഷം കൊടുത്ത് 2 വർഷം കഴിഞ്ഞപ്പോൾ ചോദിച്ച് ഞങ്ങൾ തന്നേനൊരു എന്തെങ്കിലും തെളിവുണ്ടാന്ന് വെച്ചപ്പോൾ ഞങ്ങൾക്കൊരു എഗ്രിമെൻ്റ് തന്നു. അതിൽ വീണ്ടും കൊടുക്കണം എന്നും 3 ലക്ഷം കൊടുക്കണം എന്നും പറഞ്ഞ് എഴുതി വെച്ചേക്കുന്നു. ഞങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഞങ്ങൾക്ക് കൊടുക്കാനൊരു കഴിവില്ല. അങ്ങനെ അവൻ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ അവൻ മരിച്ചു. ഗോപി അനിയൻ മരിച്ചു. അതോട് പിന്നെ ഞങ്ങൾക്ക് ഒന്നുമില്ലാതെ. കണ്ണ് ശസ്ത്രക്രിയയ്ക്ക് അടിയന്തരമായി 50,000 രൂപ ആവശ്യമായി വന്നു. ആകെയുള്ള കിടപ്പാടം പണയപ്പെടുത്തി പൊതുമേഖലാ ബാങ്കിൽ നിന്ന് വായ്പയെടുത്തു. 9 സെന്റിൽ നിർമ്മിച്ച ഒറ്റ കെട്ടിടത്തിൽ 3 സെന്റിൽ മാത്രമാണ് ഈ വീട്ടമ്മയ്ക്ക് അവകാശം. വായ്പ നേരിട്ട് ശരിയാക്കിയെടുക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായ ഈ വീട്ടമ്മയെ ലോൺ മാഫിയ ഇടനില സംഘം സമീപിച്ച് 50,000 രൂപ നൽകി വായ്പയ്ക്ക് ഈടായി പ്രമാണം വാങ്ങുകയും ചെയ്തു. പിരിവുകാരെ അയക്കാമെന്നും ദിവസം 100 രൂപ വീതം അടച്ചാൽ മതിയെന്നും വിശ്വസിപ്പിച്ചു. എന്നാൽ ഈ വീട്ടമ്മ അറിയാതെ ആധാരത്തിന്റെ ഈടിന്മേൽ 25 ലക്ഷം രൂപ ഇടനിലക്കാർ വായ്പയെടുത്തു. 1 ലക്ഷം രൂപ വരെ കൂലിവേല ചെയ്ത് ഈ വീട്ടമ്മ തിരിച്ചടച്ചു. ഇതിനിടയിൽ 25 ലക്ഷം രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ കിടപ്പാടം ജപ്തി ചെയ്യുമെന്ന് കാണിച്ച് പത്രത്തിൽ ബാങ്കിന്റെ പരസ്യം വന്നു. ഞങ്ങൾ പോലീസ് കേസിൽ മുളകാട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് അന്വേഷിക്കാമെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കിന്നും അന്വേഷിച്ചാൽ ഇല്ലേ ഞങ്ങൾക്കൊന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ ജപ്തി ഒഴിവാക്കണമല്ല. 3 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജപ്തി വന്നിരുന്നു. അങ്ങനെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു വക്കീലിനെ പിടിച്ച് ഇങ്ങനെ എവിടം വരെ എത്തി എന്തായെന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. സർഫാസി നിയമം ഉപയോഗിച്ചാണ് ബാങ്ക് വീടും സ്ഥലവും ജപ്തി ചെയ്യുന്നത്. ഇത്തരത്തിൽ 100 കണക്കിനു പേർ ഇപ്പോൾ കിടപ്പാടം നഷ്ടപ്പെട്ട് തെരുവിലിറങ്ങേണ്ട അവസ്ഥയിലാണ്. കോടതി ഇടപെടലില്ലാതെ ബാങ്കുകൾക്ക് നേരിട്ട് സ്വത്ത് പിടിച്ചെടുക്കാൻ പരമാധികാരം നൽകുന്ന നിയമമാണ് സർഫാസി. വായ്പയെടുക്കുന്നവരോട് ഈ ചതി നിയമത്തെപ്പറ്റി ബാങ്കും പറഞ്ഞു നൽകാറില്ല. 2002 വാജ്പേയി സർക്കാരാണ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി റെസ്റ്റ് ആക്ട് കൊണ്ടുവന്നത്. സർഫാസി എന്ന നിയമം കിട്ടിയോടുകൂടി 2002 ഈ നിയമം പാസ്സാക്കിയെടുത്തോടുകൂടി ഇവർക്കിങ്ങനെ നേരിട്ട് അവർക്ക് എത്ര ലോൺ കൊടുത്താൽ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു കൃത്യമായൊരു ഉറപ്പ് അവർക്കുണ്ട്. ബാങ്ക് മാനേജർമാരും ഇടനിലക്കാരും രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും വളരെ സംയുക്തമായിട്ട് അവർ കൃത്യമായി ഒത്തുകളിച്ചുകൊണ്ട് ഇത്തരം ദരിദ്രരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് ദളിതരായ സാധാരണ ജനവിഭാഗങ്ങളെയാണ് ഇതിലേറ്റവും കുടുക്കിയിടുന്നത്. ഈടുവച്ച വസ്തു നേരിട്ട് പിടിച്ചെടുക്കാനോ അത് സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാനോ അധികാരമുണ്ട്. ബാങ്കുകൾക്ക് അധികാരം കൊടുക്കുന്നു. സിവിൽ കോടതിയെ കൂടാതെ അവർക്ക് നേരിട്ട് പൊസഷൻ എടുക്കാനുള്ള അധികാരമാണ് ഇതിലൂടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇത്തരം നിയമങ്ങൾക്കെതിരെ ഇവിടെ ചതിവിൽപ്പെട്ട ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ വായ്പ എടുക്കാതെ ചതിവിൽപ്പെട്ടിട്ടുള്ള വായ്പ ഈ ശരിക്കും പറഞ്ഞാൽ ക്ലബിംഗ് വായ്പാ സംഘങ്ങളുടെ ഇടയിൽപ്പെട്ടുകൊണ്ട് ചതിവിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവിടെയുള്ള 48 കുടുംബം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 140 MLA കണ്ടിരുന്നു. 140 MLA കണ്ടിട്ട് ഈ സർഫാസി എന്നൊരു നിയമം, ഇങ്ങനൊരു നിയമത്തെക്കുറിച്ച് 2 MLA ഒഴിച്ച് ബാക്കി ആർക്കും അറിയില്ല. നിയമനിർമ്മാണ സഭകളിൽ പോകുന്ന ആൾക്കാർ മുതൽ ഈ വിഷയത്തിൽ അജ്ഞരാണ്. രാജ്യത്തിന് സാമ്പത്തിക വളർച്ചയുണ്ടാകണമെങ്കിൽ ബാങ്കിന് അമിതാധികാരം വേണം എന്ന ന്യായത്തിന്റെ പിൻബലത്തിലാണ് ഈ നിയമം നടപ്പാക്കിയത്. ലോക കമ്പോളത്തിൽ മത്സരിക്കാൻ എന്ന മുഖവുരയോടെയാണ് നിയമം തുടങ്ങിയത്. വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ 3 ഗഡുക്കൾ തുടർച്ചയായി വീഴ്ച വരുത്തിയാൽ ഈടായി നൽകിയ വസ്തു ബാങ്കിന് നേരിട്ട് പിടിച്ചെടുക്കാനും വിൽക്കാനും ഈ നിയമം അനുശാസിക്കുന്നു. ബാങ്ക് മാനേജർമാർക്ക് സൂക്ഷ്മ പരിശോധനയില്ലാതെ വൻ തുക വായ്പ നൽകാനും നിയമം അനുവദിക്കുന്നുണ്ട്. 1 ലക്ഷം രൂപയോ 3 ഗഡുവോ കുടിശ്ശികയാകുന്നവർക്ക് നേരെ വായ്പാ കാലാവധി പരിഗണിക്കാതെ കടം നിഷ്ക്രിയ ആസ്തിയായി പ്രഖ്യാപിച്ച് നടപടിയെടുക്കാൻ സർഫാസി നിയമം ബാങ്കുകൾക്ക് അധികാരം നൽകുന്നുണ്ട്. പാർലമെൻറ്റിൽ 1ാം UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആണ് ഇതിൻ്റെ കരട് ഉണ്ടാക്കുന്നത്. അത് 2ാം UPA സർക്കാരിൻ്റെ കാലത്ത് ആ കരട് കൃത്യമായൊരു നിയമം നിർമ്മിക്കുന്ന തരത്തിലേക്ക് എത്തി. 2ാം UPA സർക്കാർ അധികാരത്തിൽ വന്നതിന് മുമ്പ് പിന്നെ NDA സർക്കാർ അധികാരത്തിൽ വന്നു. NDA സർക്കാരാണ് കാര്യം നടപ്പിലാക്കിയെടുത്തത്.
ഈ സമയത്താണ് നമ്മുടെ ഗുജറാത്ത് കലാപം നടക്കുന്നത്. ഈ കലാപത്തിൻ്റെ മറവിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള 14ഓളം നിയമങ്ങളിൽ ഒന്നാണ് ഈ സർഫാസി നിയമം. 39ഓളം LDFൻ്റെ MP പോലും ആ പേരും പാർലമെൻറ്റിൽ പോലും കൃത്യമായ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത്. ഇത്തരം നിയമങ്ങളിലൂടെ വിദേശ മൂലധന ബാങ്കിങ് ശക്തികൾക്ക് നമ്മുടെ രാജ്യത്ത് പിടിമുറുക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്തും അധികാരവും എല്ലാം തന്നെ കൊള്ള ചെയ്യാനുള്ള താല്പര്യങ്ങളാണ് ഈ നിയമത്തിൽ കൊടുക്കുന്നത്. വായ്പക്കാരനിൽ നിന്ന് ഏറ്റെടുത്ത ഈട് വസ്തു ലേലത്തിൽ വിൽക്കുക മാത്രമല്ല, നിഷ്ക്രിയ ആസ്തിയായി പ്രഖ്യാപിച്ച സ്വത്തുക്കൾ വാങ്ങിച്ചെടുക്കാൻ അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് രൂപം കൊടുക്കാമെന്നും ഈ നിയമം അനുശാസിക്കുന്നു. ഗുണ്ടാ സംഘത്തിന് തുല്യമാണ് ARCയുടെ പ്രവർത്തനം. അവർ ഗുണ്ടകളെ ഉപയോഗിച്ച് വായ്പയെടുത്തയാളെ ഒഴിപ്പിക്കും. സർഫാസി നിയമമനുസരിച്ച് രൂപവൽക്കരിക്കപ്പെട്ട റിസർവ് ബാങ്ക് അംഗീകാരമുള്ള 14 ARC കമ്പനികൾ രാജ്യത്തുണ്ട്. റിലയൻസിൻ്റേതാണ് ഇതിൽ പ്രധാനം. ഇതിൽ 10 എണ്ണത്തിൻ്റെയും ആസ്ഥാനം മുംബൈയിലും 3 എണ്ണം ഡൽഹിയിലും 1 എണ്ണം ഹൈദരാബാദിലുമായി പ്രവർത്തിക്കുന്നു. 2 കോടി മുതൽ മുടക്കുന്ന ആർക്കും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ARC കമ്പനികൾ തുടങ്ങാം, അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനികൾ തുടങ്ങാം. ഈ കമ്പനികൾ തുടങ്ങിക്കൊണ്ട് അവർക്ക് ചുളുവിലക്കി ഈ നമ്മുടെ പൊതു ആസ്തികൾ അടിച്ചെടുക്കാൻ കഴിയും. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ റിലയൻസിന് SBT എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ ബാങ്കിങ് സ്ഥാപനം 135 കോടി രൂപ കിട്ടാക്കടമായി പ്രഖ്യാപിച്ച നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള വായ്പ തിരിച്ചു പിടിക്കാൻ ഇവർ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 8,000-ഓളം വിദ്യാഭ്യാസ വായ്പ എടുത്ത സാധാരണക്കാരനെ പിഴിഞ്ഞൂറ്റുന്ന തലത്തിലേക്ക് അവർക്ക് ജോലി കിട്ടിയോ, അവർ ജോലി കിട്ടിക്കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി എന്നുള്ള വ്യവസ്ഥയിലാണ്. അതുപോലെ ഒരു ആധാരത്തിൻ്റെ കോപ്പിയൊന്നും വയ്ക്കണ്ട. 4 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് ഒരു ഈടും കൊടുക്കേണ്ടാത്ത അവസ്ഥയുണ്ട്. ബാങ്കുകൾക്ക് അമിതാധികാരം നൽകുന്ന സർഫാസി നിയമം ഇപ്പോൾ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾക്കും പണമിടപാട് സ്ഥാപനങ്ങൾക്കും ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. കിടപ്പാടത്തിന് വേണ്ടിയുള്ള ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ ഇനിയാണ് കേരളം കാണാൻ പോകുന്നത്. ഇതെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇതൊന്ന് തീർത്ത് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് സ്വന്തമാക്കി കിട്ടണം. ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ആ ഒരു വീട് വെച്ചതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ ഒരു വണ്ടി പോലും, ഒരു 2 വീലർ അല്ലാണ്ട് ഒരു ഓട്ടോ പോലും വരില്ലാത്ത വഴിയാണ് ഞങ്ങളുടെ വഴി. അപ്പോൾ ആ വീട്ടിനൊക്കെ 24 ലക്ഷം കിട്ടുകയെന്ന് വെച്ചാൽ ഒരു ബാങ്കുകാരും കൊടുക്കില്ല. ഏറ്റവും കൂടി വന്ന ഒരു 3 ലക്ഷം രൂപ കൊടുക്കും ഒരു ലോൺ, അല്ലാണ്ട് ഒരു ഇതും കൊടുക്കില്ല. അപ്പം തന്നെ ബാങ്കുകാരും ഈ ഇവരും കൂടി ചെയ്തുള്ള കളിയാണെന്ന് അപ്പം തന്നെ അറിയാം, കള്ളത്തരമാണെന്ന് അപ്പം തന്നെ മനസ്സിലാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട് പോകാണ്ട്, ഈ ലോൺ എടുത്തതിന് ശേഷമാണ് ഞങ്ങളുടെ അച്ഛൻ മരിച്ചത് തന്നെ. അച്ഛന് ഇത് ഇങ്ങനെ ഓർത്ത് ഈ ബാങ്കുകാർ വരുമ്പോൾ അച്ഛൻ ആദ്യം പിടിച്ച അച്ഛനൊന്നാത്ത വയ്യാത്തൊരു മനുഷ്യനായിരുന്നു. ഈ ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് അച്ഛന് അങ്ങനെ വന്ന് നെഞ്ചുവേന വന്ന് അച്ഛൻ മരിക്കുകയും ചെയ്തു. ലോൺ മാഫിയ സംഘം ബാങ്കുമായി ചേർന്ന് ഒത്തുകളിച്ച് തട്ടുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. യഥാർത്ഥ ആധാരത്തിന്റെ ഉടമയ്ക്ക് ഇവർ നൽകുന്നത് 50,000 രൂപയായിരിക്കും. ഇങ്ങനെ തട്ടിച്ചു കിട്ടുന്ന രൂപയുടെ നല്ലൊരു പങ്കും ബാങ്കിലെ ഉയർന്ന ജീവനക്കാർക്ക് നൽകുകയും ചെയ്യും. നമ്മൾ വീട്ടിൽ കൊച്ചുങ്ങൾക്ക് ഒരു പാക്കറ്റ് പാൽ വാങ്ങിച്ചില്ലെങ്കിൽ പോലും നമ്മൾ മുടങ്ങാതെ പൈസ അടിച്ചു കൊടുത്തിരുന്നു. ആ സമയത്ത് 1.5 വർഷം ഞങ്ങൾ മുടങ്ങാതെ പൈസ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് അവിടെ നിന്നൊരു ബാങ്കിൽ നിന്ന് 2 പേര് വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ വീട് 25 ലക്ഷം രൂപ മാത്യു എന്ന് പറഞ്ഞ ആളെടുത്തിട്ടുണ്ടെന്നും. ആ മാത്യു എന്ന് പറഞ്ഞ ആളെ മനസ്സിലായി, നമുക്ക് 1 ലക്ഷം രൂപ തരാൻ വേണ്ടി വിളിച്ചു വരുത്തിയ അയാൾ എടുത്തിട്ടുണ്ടെന്നും, അയാൾ 1.5 വർഷമായിട്ട് 1 രൂപ പോലും ബാങ്കിൽ അടച്ചിട്ടില്ലെന്നും, അത് 40 ലക്ഷം രൂപയായി വീട് ജപ്തി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 വർഷം ഞങ്ങൾ നരകയാതന അനുഭവിച്ച് വാടക വീട്ടിലായിരുന്നു. 2 കുഞ്ഞുമക്കൾ, എൻ്റെ മോൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയത്, മോള് 10ാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. സാധാരണക്കാർക്ക് ചെറിയ തുക വായ്പ കൊടുക്കുമ്പോൾ കർശന നിബന്ധന അടിച്ചേൽപ്പിക്കുന്ന ബാങ്കുകൾക്ക് കോടികൾ വായ്പ എടുക്കുന്നവരോട് മൃദു സമീപനമാണ്. ഇത് അതിജീവന പ്രശ്നമാണ്, ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ്, ജനങ്ങളുടെ മൗലികമായ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട ഉത്തരവാദിത്വം. ഗവൺമെൻറ്റിന് ജനങ്ങളോട് ഉത്തരവാദിത്വം അത് ചെയ്യുക. മറിച്ചിപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ കടാശ്വാസവും മൊറട്ടോറിയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ആർക്കാണ്? വമ്പൻ കുത്തകകളുടെയൊക്കെ താല്പര്യങ്ങൾക്കനുസരിച്ച്. അതുപോലെ ഇപ്പോൾ റബ്ബർ കർഷകരാരാണ്? വമ്പൻ കുത്തകളുടെ ഇതാണ് മൊറട്ടോറിയൊക്കെ പ്രഖ്യാപിക്കും, അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്. സാധാരണക്കാരൻ്റെ ദരിദ്രൻ്റെ സാധാരണ 5 സെൻറ്റും 3 സെൻറ്റും 2 സെൻറ്റും വരുന്ന കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യാൻ ഇവർക്ക് ഭയങ്കര താല്പര്യം. മറിച്ച് ഇവിടെ വമ്പൻ കുത്തകളുടെ കോടികൾ എഴുതി തള്ളാൻ ഇവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ വിജയ് മല്യയുടെ 8,400 കോടി രൂപ എഴുത്തല്ലേ. പാർലമെൻറ്റിൽ തന്നെ ഈ നിയമത്തിനെതിരായ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ട് ഈ നിയമം പുനഃപരിശോധിക്കുകയും റദ്ദ് ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.